ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ. ഭീകരതയ്ക്കെതിരെ കാലടി ശ്രീ ശൃംഗേരി ശങ്കരമഠത്തിൽ നിന്ന് കശ്മീരിലേക്ക് ബുള്ളറ്റ് യാത്ര. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായാണ് യുവാക്കളുടെ കൂട്ടായ്മ കശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നത്. യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. ജിജീഷ്, ഫ്ളാഗ് ഓഫ് നടക്കുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദേവിക, അല്പസമയത്തിനകമാണ് ഇവിടെ ഫ്ളാഗ് ഓഫ് ആരംഭിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ സജ്ജമായി. എല്ലാവരും തന്നെ, അതായത് 26 ബൈക്കുകളിലായിട്ടാണ് യുവാക്കളുടെ സംഘം കാശ്മീരിലേക്ക് പോകുന്നത്. 10 പെൺകുട്ടികളടക്കമുള്ള ഒരു സംഘം. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ദേശീയതയുടെ വക്താക്കളായി, അല്ലെങ്കിൽ ദേശീയതയുടെ ശബ്ദമുയർത്തി ഈ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലൂടെയെല്ലാം, വീതികളിലെല്ലാം തന്നെ ഭാരതം ഒറ്റക്കെട്ടാണ് എന്ന ഒരു സന്ദേശമുയർത്തുക. രാജ്യത്തിനെതിരായ ഏത് വെല്ലുവിളിയെയും ശക്തമായി ചെറുത്തു തോൽപ്പിക്കാൻ പര്യാപ്തമാണ് ഭാരതത്തിൻ്റെ യുവശക്തി എന്ന ബോധ്യമുണ്ടാക്കുക. പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഏത് ആക്രമണം രാജ്യത്തിന് നേരെ ഉണ്ടായാലും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ പര്യാപ്തമാണ് ഭാരതം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്ര ചെയ്തിട്ടുള്ളത്. ഇതിന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് രാമാൻ എന്ന അദ്ദേഹമാണ്. ക്യാപ്റ്റൻ, എങ്ങനെയാണ് ഈ ഒരു യാത്ര? നമ്മൾ പറഞ്ഞിരുന്നു വളരെ വിശദമായി തന്നെ ഭീകരതയ്ക്കെതിരെ ഒരു പോരാട്ടം ശക്തമായി തന്നെ കാഴ്ചവെക്കുകയല്ലേ നമ്മൾ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യമേ പറഞ്ഞു, ബുള്ളറ്റുകൾ നമ്മളെ സൈലൻസ് ആക്കുകയാണ് ചെയ്തതെങ്കിൽ നമ്മുടെ സൈലൻസറിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം ഭാരതത്തിൻ്റെ ശബ്ദമാണ്. അത് ദേശീയതയുടെ ശബ്ദമാണ്. അതിനെല്ലാവരും ഒരുങ്ങി പുറപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ഭാരതം മുഴുവൻ ഒരു നവജീവൻ കൊടുക്കുന്ന ഒന്നാണ്. 26 പ്രതീകാത്മകമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട വീരബലിദാനികളായ 26 പേർക്ക് വേണ്ടി 26 ബുള്ളറ്റുകൾ. എത്ര പേരാണ് അതിൽ സഞ്ചരിക്കുന്നത്? നമ്മൾ മൊത്തം 53 പേരുണ്ട് മൊത്തം. ബാക്കി ഞങ്ങളെ അക്കമ്പനി ചെയ്യുന്ന കാറുകളും കാര്യങ്ങളൊക്കെ, നമ്മൾ ലഗേജ് വണ്ടിയുണ്ട്, നമ്മളെ മെക്കാനിക്സ് ട്രാവൽ ചെയ്യുന്ന വണ്ടിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡോക്ടേഴ്സ് ട്രാവൽ ചെയ്യുന്ന വണ്ടിയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 50-53 പേരോളം ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇടയിൽ വെച്ച് നമുക്ക് ഒരുപാട് ബുള്ളറ്റ്സ് ജോയിൻ ചെയ്യും. അവരെല്ലാവരും കൂടെ ചേർന്ന് 100 ബുള്ളറ്റുകൾ എന്നാണ്. 100 ബുള്ളറ്റുകൾ. നമ്മളാണ് ബുള്ളറ്റ് വണ്ടി മാത്രമാണ്. നമ്മളാണ് ബുള്ളറ്റുകൾ. നമ്മൾ ഇതിനെതിരെ സംസാരിക്കുന്ന നമ്മളാണ് ബുള്ളറ്റ്. ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്ന ഓരോ വ്യക്തിയും ആണ് ഭീകരതയ്ക്കെതിരായ ബുള്ളറ്റുകൾ. ആ ബുള്ളറ്റുകളായി മാറാൻ പര്യാപ്തരാണ് ഓരോരുത്തരും എന്ന. കാലടി ശ്രീ ശൃംഗേരി ശങ്കരമഠത്തിൽ നിന്ന് കശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്ര ആരംഭിക്കുകയാണ്. അവിടെ ഫ്ളാഗ് ഓഫിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഫ്ളാഗ് ഓഫ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ദേവിക, അല്പസമയത്തിനകം തന്നെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ഒപ്പം തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ തലവനുമായ പുട്ട വിമലദത്തെ അദ്ദേഹമാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഒരു അവർ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. എല്ലാവരും യാത്രയ്ക്ക് പൂർണ്ണമായും തന്നെ സജ്ജരായിരിക്കുന്നു. ഏതാണ്ട് 11 ദിവസം നീളുന്ന യാത്ര 11ാമത്തെ ദിവസമാണ് ഇവർ കാശ്മീരിലേക്ക് എത്തിച്ചേരുന്നത്. കാശ്മീരിൽ ലൈൻ ഓഫ് കൺട്രോളിലേക്ക് എത്തിച്ചേരുക. ആ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇവർക്ക് ഒരുക്കിയിരിക്കുന്നത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ. എല്ലാവരുടെയും മനസ്സുകളിൽ ഈ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അവരുടെ എല്ലാ മനസ്സുകളിൽ ഉള്ളത് ദേശീയതയുടെ ഒരു ശബ്ദമാണ്. ദേശീയ ഐക്യത്തിന്റെ കാഹളം മുഴങ്ങാൻ വേണ്ടി, അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോവുക, ഏത് മാർഗത്തിലൂടെയും ഇത്തരം
ബുള്ളറ്റ് യാത്രകളിലൂടെ അടക്കം സന്ദേശങ്ങൾ നൽകുക. കാരണം ഭീകരവാദികൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ ബുള്ളറ്റുകൾ ആവശ്യമാണ്. അതിന് അതേ രീതിയിൽ രാജ്യം തിരിച്ചടി നൽകാൻ നമ്മുടെ സൈന്യവും പര്യാപ്തരാണ്. എന്നാൽ അതിനുമപ്പുറം യുവാക്കളുടെ ശക്തി അത് ഏറ്റവും വലുതാണ്. ഭാരതത്തിലെ യുവാക്കളുടെ കരുത്ത് എന്ന് പറയുന്നത് അത് വിളിച്ചോതിക്കൊണ്ട് ബുള്ളറ്റുകൾ കൊണ്ട് നേരിടുക. ബുള്ളറ്റുകളുടെ ശബ്ദം, ഈ ചീറിപ്പായുന്ന ബുള്ളറ്റുകളിൽ നിന്ന് ഉയരുന്ന ശബ്ദം, അത് വലിയ ഒരു ഇറങ്ങാൻ വേണ്ടി സജ്ജരായി. എങ്ങനെയാണ് ഈ അഭിമാന നിമിഷത്തെ കാണുന്നത്? ഭീകരതയ്ക്കെതിരെ കാലടി ശ്രീ ശൃംഗേരി ശങ്കര മഠത്തിൽ നിന്ന് കശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായാണ് യുവാക്കളുടെ കൂട്ടായ്മ കശ്മീരിലേക്ക് തിരിക്കുന്നത്. യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജിജീഷ്, അവിടെ ഫ്ലാഗ് ഓഫിനായുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ തന്നെ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും അല്ലേ? തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ടീം ക്യാപ്റ്റൻ രാമാനന്ദ് ഉൾപ്പെടെയുള്ളവർ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. 26 ബുള്ളറ്റുകളിലായിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത്. കാരണം പഹൽഗാമിൽ 26 ഭാരതീയരുടെ ജീവനുകളാണ് ഭീകരവാദികൾ തോക്കിന് ഇരയാക്കിയത്. ആ 26 വീര ബലിദാനികളുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, ആ വീര ബലിദാനികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന കൃത്യമായ സന്ദേശം ഭീകരർക്ക് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പോരാടാൻ തയ്യാറെടുക്കുന്ന ഏത് ശക്തികളോടും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പര്യാപ്തരാണ് രാജ്യത്തെ യുവജനത എന്ന വലിയ സന്ദേശം കൈമാറിക്കൊണ്ട് തന്നെയാണ് ഈ യാത്രയ്ക്ക് അവർ ഒരുങ്ങിയിരിക്കുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുടുംബമായി ഒരുമിച്ച് പോകുന്ന ആളുകളുണ്ട്. അതെല്ലാം തന്നെ വലിയ ഒരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു സന്ദേശത്തിന്റെ സൂചകങ്ങളാണ്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ അവർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രതിബദ്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, അതിനെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശവുമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. പുട്ട വിമലെത്തി അദ്ദേഹം ഫ്ലാഗ് ഓഫ് നിർവഹിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹം ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതോടുകൂടി കാശ്മീരിലേക്കുള്ള ഈ സന്ദേശ യാത്ര, ദേശീയതയുടെ കാഹളം മുഴക്കുന്ന യാത്ര, ഭീകരതയ്ക്കെതിരായ സന്ദേശം മുഴക്കുന്ന യാത്ര, ഭീകരവാദികളെ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യുവാക്കൾ കശ്മീരിലേക്ക് പോകുന്നത്.